1 രൂപ കൊണ്ട് സൂപ്പിയിൽ ഇന്ത്യയുടെ സ്വന്തം ഗെയിമായ ലുഡോ കളിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടേ നോക്കും. दिमाग लगाना है तो ड्रीम 11 पे लगाना. എനിക്ക് ഇത്രയും പൈസ കിട്ടിയത് ഈ ബെറ്റിംഗ് ഗെയിം. ഞാൻ ഈ ഗെയിം വഴി മണി വിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. റെമഡി പാഷൻ എന്ന് പറഞ്ഞൊരു ഗെയിം കളിക്കുന്നത്. അവിടെ നമുക്ക് ഡെയിലി ഒരു 7,000 തൊട്ട് 8,000 വരെ ഏൺ ചെയ്യാൻ പറ്റും. ഇന്ത്യത്തെ ഏറ്റവും വലിയ ബെറ്റിംഗ് എക്സ്ചേഞ്ച് ആണ്. ARDC24 എന്നൊരു ആപ്പാണ് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം. ഇനി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതുപോലെ ലാപ്ടോപ്പ് ഫോൺസ് ഒക്കെ ഗെയിംസ് കളിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് മന്ത്ലി 20K മുതൽ 25K വരെ എയിം ചെയ്യണമെന്നുണ്ട്. വർഷം 2024 മാർച്ച് കൊൽക്കട്ടയിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പഴയ ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു. അവന്റെ മരണകാരണം പ്രേമ നൈരാശ്യമോ സ്കൂളിലെ മാർക്ക് ഒന്നും തന്നെയല്ലായിരുന്നു. മാതാപിതാക്കൾക്ക് പോലും അന്ന് വരെ അറിയില്ലായിരുന്നു ആ 17 വയസ്സുകാരൻ ഓൺലൈൻ ബെറ്റിംഗ് ആപ്പിന് അടിമയായിരുന്നുവെന്ന്. ലക്ഷങ്ങൾ പലരിൽ നിന്നും കടം വാങ്ങി ബെറ്റിംഗ് ആപ്പുകളിൽ നിക്ഷേപിച്ചു. അവസാനം പണം നഷ്ടമായി ചെറുപ്രായത്തിൽ തന്നെ ലക്ഷങ്ങളുടെ കടക്കാരനായി. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നടന്ന മറ്റൊരു സംഭവമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന 28-കാരനായ ഓട്ടോറിക്ഷ ഡ്രൈവർ പാർത്ഥിവൻ. അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ട്. ഓൺലൈൻ ചൂതാട്ടത്തിൽ പണം നഷ്ടപ്പെട്ടതിനാൽ 2022 നവംബറിൽ അദ്ദേഹവും ആത്മഹത്യ ചെയ്യുന്നു. അതേസമയം ഒഡീഷയിൽ നിന്നുള്ള ഒരു വനിതാ കുടിയേറ്റ തൊഴിലാളി പന്തന മാജി ഓൺലൈൻ ചൂതാട്ടത്തിൽ നഷ്ടം നേരിട്ടതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ ജീവിതം അവസാനിപ്പിച്ചു. 2023 ജനുവരിയിൽ ഓൺലൈൻ ചൂതാട്ടത്തിൽ 15 ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ബി ശിവൻരാജ് എന്ന ടാക്സി ക്യാബ് ഡ്രൈവർ ആത്മഹത്യ ചെയ്യുന്നു. ചൂതാട്ടത്തിൽ തനിക്ക് ഏകദേശം 2 ലക്ഷം രൂപ നഷ്ടമായെന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞതിന് ശേഷമാണ് റെസ്റ്റോറന്റ് ജീവനക്കാരനായ ഗുണശീലൻ ആത്മഹത്യ ചെയ്തത്. ഓൺലൈൻ ചൂതാട്ടം അഥവാ ബെറ്റിംഗ് ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ രക്ഷിക്കുമെന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിലാണ് വളരെ സമർത്ഥമായ രീതിയിൽ പരസ്യങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ ആപ്പുകളെയെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണെന്നറിയാമോ? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ഫിലിം ആക്ടേഴ്സ്, ക്രിക്കറ്റേഴ്സ്. ഈ ആത്മഹത്യകൾക്ക് എല്ലാം ഉത്തരവാദി ആരാണ്? ഇത് നിർമ്മിച്ച കമ്പനിയേക്കാൾ ഇത് പ്രൊമോട്ട് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സ് മാത്രമാണ്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകളെ അത് കിട്ടും ഇത് കിട്ടും 100 രൂപ വെച്ച് തുടങ്ങൂ, കോടികൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ച് നിങ്ങൾ കാരണം അവർ വെറും 100 രൂപയല്ലേ എന്ന മട്ടിൽ തുടങ്ങുന്നു. ചെറിയ ലാഭം കിട്ടിയപ്പോൾ അവർ കരുതുന്നു കൂടുതൽ ഇട്ടാൽ കൂടുതൽ ലാഭം കിട്ടുമല്ലോ എന്ന്. പലരിൽ നിന്നും കടം വാങ്ങി പാവപ്പെട്ടവർ പണമിടുന്നു. തുടക്കത്തിൽ ലാഭം കിട്ടുന്ന രീതിയിൽ കാണിച്ച് കമ്പനികൾ അവരെ കൂടുതൽ അഡിക്റ്റ് ആക്കുന്നു. കൂടുതൽ പണം ഇട്ടാൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാമല്ലോ എന്ന രീതിയിൽ ആളുകൾ മാറുന്നു. അവസാനം പണം നഷ്ടമായി കടം കൊടുത്തവർ ചോദിക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരു വഴിയുമില്ലാതെ അവർ ആത്മഹത്യ ചെയ്യുന്നു. എന്താണ് ഓൺലൈൻ ബെറ്റിംഗ് ആപ്പ്? അവരെങ്ങനെയാണ് ആളുകളെ അവരുടെ വഴിയിലേക്ക് കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് ആളുകൾ ഇതിന് അഡിക്റ്റ് ആയി മാറുന്നത്? എങ്ങനെ അവർ ആത്മഹത്യയിലേക്ക് മാറുന്നു? നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ബെറ്റിംഗ്